മോദി സർക്കാർ അധികാരത്തിൽ കയറിയിരുന്നുകൊണ്ട് മോദി ഭരണത്തിന് പ്രതികൂലമായിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും സാമ്പത്തികമായി ഞെരുക്കിയും അവഗണിച്ചും കാണിക്കുന്നത് അതിക്രൂരമായ ഭരണ പരിഷ്കാരങ്ങളാണ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കെ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമത്തിനായി ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിക്കേണ്ട ഒരു ഭരണാധികാരിയാണ് ഇത്തരം കിരാതമായ നടപടികൾ ചെയ്യുന്നത് എന്നത് ലജ്ജ ഉളവാക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ കേരള സംസ്ഥാനം പലകുറി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അർഹതപ്പെട്ടതൊക്കെ പിടിച്ചുവെച്ച് സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ടും അതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് കേരളത്തിലെയും കേന്ദ്രത്തിലെയും BJP നേതാക്കന്മാരും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നത്. എന്നാൽ ഇപ്പോൾ മോദിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് തമിഴ്നാട് സംസ്ഥാനമാണ്. ഭാഷാ വിവാദത്തിന് പോരുമുറുകുന്നതിനിടെ ബജറ്റ് പ്രസംഗത്തിലും കേന്ദ്ര വിമർശനത്തിന് സാക്ഷ്യം വഹിച്ച് തമിഴ്നാട് നിയമസഭ. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ ഫോർമുലയെയും ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെയും ചൊല്ലിയുള്ള DMK BJP ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് കേന്ദ്രത്തിനെതിരായ രൂക്ഷ പരാമർശങ്ങൾ തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നരസു നിയമസഭയിൽ ഉന്നയിച്ചത്. സംസ്ഥാന മദ്യവിൽപ്പന യൂണിറ്റിൽ 40,000 കോടി രൂപയുടെ അഴിമതി നടന്നതായി ആരോപണം ഉന്നയിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് AIADMK സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. മറുഭാഗത്ത് BJP ബജറ്റ് സമ്മേളനം ബഹിഷ്കരിച്ചു. അതിനിടയിലാണ് കേന്ദ്രത്തെ പ്രതികൂട്ടിലാക്കിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ബജറ്റ് സമ്മേളനത്തിൽ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ടത്. സമഗ്ര ശിക്ഷാ പദ്ധതിക്കായി തമിഴ്നാടിന് 2,150 കോടി രൂപയുടെ ഫണ്ട് നൽകാതെ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വഞ്ചിച്ചുവെന്ന് മന്ത്രി തങ്കം തെന്നരസു ആരോപിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള സംസ്ഥാനത്തിന്റെ എതിർപ്പ് പിൻവലിക്കുന്നതുവരെ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാൻ വിസമ്മതിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സമഗ്ര ശിക്ഷാ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ ഫണ്ട് തടഞ്ഞുവെച്ചിട്ടും ഞങ്ങൾ ദ്വിഭാഷാ നയം ഉപേക്ഷിക്കില്ലെന്നാണ് ധനമന്ത്രി സഭയിൽ പറഞ്ഞത്. കേന്ദ്ര ഫണ്ട് തടഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ സ്വന്തം വിഭവങ്ങളിൽ നിന്ന് ഫണ്ട് അനുവദിക്കുകയും അധ്യാപകരുടെ ശമ്പളം അനുവദിക്കുന്നത് ഉറപ്പാക്കുകയും ചെയ്തുവെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ആഗോളതലത്തിൽ തമിഴ് ജനതയുടെ നേട്ടങ്ങളിൽ സംസ്ഥാനത്തിന്റെ ദ്വിഭാഷാ നയം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. തമിഴ്നാടിന്റെ പുരോഗതിക്ക് ഈ നയം ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. കേന്ദ്രവുമായി വിഷയത്തിൽ കടുത്ത ഭിന്നത നിലനിൽക്കെയാണ് ധനമന്ത്രിയുടെ പ്രസ്താവന. ഓരോ സംസ്ഥാനത്തോട് ഓരോ തലത്തിൽ തങ്ങളോട് അനുഭാവമുള്ളവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകിയും അല്ലാത്തവർക്ക് കുറച്ചും കേന്ദ്രം ചെയ്യുന്ന കൊടിയ നീതിക്ക് കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഓരോന്നിൽ നിന്നും ശബ്ദം ഉയർന്നു തുടങ്ങിയതോടെ മോദി സർക്കാർ ആകെ പെട്ടിരിക്കുകയാണ്. അധികാരത്തിന്റെ ധാർഷ്ട്യത്തിൽ കാണിച്ചുകൂടുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നവരെയൊക്കെ അടിച്ചമർത്തുന്ന ചരിത്രം ഇവിടെ വിലപ്പോവില്ല എന്ന് തന്നെയാണ് പല സംസ്ഥാനത്തു നിന്നും ഉയരുന്ന ഇത്തരം ഒച്ചപ്പാടിന്റെ അർത്ഥം. കേരളത്തിനോടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ അന്ന് മുതൽ ഇന്നോളം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം ദുഷ്പ്രവർത്തികൾ തന്നെയാണ്. തടഞ്ഞുവെച്ചു എന്ന് പറയുമ്പോൾ തന്നു എന്നും കണക്കുകൾ ബോധിപ്പിച്ചില്ല എന്നും ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മറ്റു സംസ്ഥാനങ്ങൾക്കും എന്തുകൊണ്ടാണ് ഇത് പരാതി ഉണ്ടാകുന്നത് എന്നുകൂടി ഈ പറയുന്നവർ ഉത്തരം പറയണം.